നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ദേശീയ ബാലാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. നമുക്കറിയാം PSC പരീക്ഷയിൽ നമുക്ക് കമ്മീഷനുകൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ദേശീയ ബാലാവകാശ കമ്മീഷൻ ഒരു ഫോക്കസ് കൊടുത്ത് നോക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമപ്രകാരം ഏത് പ്രായം വരെയുള്ളവരാണ് കുട്ടികൾ? ഏത് പ്രായം വരെയുള്ളവരാണ്? ഈ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമപ്രകാരം 18 വയസ്സ് വരെ പ്രായമുള്ളവരാണ് കുട്ടികൾ. മനസ്സിലായോ? കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമപ്രകാരം 18 വയസ്സ് വരെ പ്രായമുള്ളവരാണ് കുട്ടികൾ. അപ്പം ഒരു +1 +2 ഒക്കെ ആകുമ്പോഴത്തേക്കിന് കുട്ടികളായിട്ടൊന്നും പലയിടത്തും അവരെ കൺസിഡർ ചെയ്യാറില്ല ആരും. പക്ഷേ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമപ്രകാരം 18 വയസ്സ് വരെ പ്രായമുള്ളവരാണ് കുട്ടികൾ. ഏത് വകുപ്പിൻ്റെ കീഴിലാണ് ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്? ഏത് വകുപ്പിൻ്റെ കീഴിലാണ്? വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിലാണ് ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഏത് വകുപ്പിൻ്റെ കീഴിലാണ്? വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിലാണ് ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ബാലാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2005 ബാലാവകാശ നിയമം നിലവിൽ വന്നത്. ഏത് വർഷമാണ്? 2005 ബാലാവകാശ നിയമം നിലവിൽ വന്നത്. ബാലാവകാശ സംരക്ഷണത്തിനുള്ള ദേശീയ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ബാലാവകാശ സംരക്ഷണത്തിനുള്ള ദേശീയ കമ്മീഷൻ നിലവിൽ വന്നത് 2007 ഏത് വർഷമാണ്? 2007 ബാലാവകാശ സംരക്ഷണത്തിനുള്ള ദേശീയ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് ബാലാവകാശ സംരക്ഷണത്തിനുള്ള ദേശീയ കമ്മീഷൻ്റെ ആസ്ഥാനം. നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്? കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമപ്രകാരം ഏത് പ്രായം വരെയുള്ളവരാണ് കുട്ടികൾ? 18 വയസ്സ് വരെ പ്രായമുള്ളവരാണ് കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമപ്രകാരം കുട്ടികളാണെന്ന് പറയുന്നത്. ഏത് വകുപ്പിൻ്റെ കീഴിലാണ് ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്? വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിലാണ് ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ബാലാവകാശ നിയമം നിലവിൽ വന്നത് 2005 എന്നാണ്. 2005 ബാലാവകാശ നിയമം നിലവിൽ വന്നത്. ബാലാവകാശ സംരക്ഷണത്തിനുള്ള ദേശീയ കമ്മീഷൻ നിലവിൽ വന്നത് 2007 ബാലാവകാശ സംരക്ഷണത്തിനുള്ള ദേശീയ കമ്മീഷൻ നിലവിൽ വന്നത്. ബാലാവകാശ സംരക്ഷണത്തിനുള്ള ദേശീയ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. എവിടെയാണ്? ന്യൂഡൽഹിയാണ് ബാലാവകാശ സംരക്ഷണത്തിനുള്ള ദേശീയ കമ്മീഷൻ്റെ ആസ്ഥാനം. ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ശാന്താ സിൻഹയാണ്. ആരാണ്? ശാന്താ സിൻഹയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ. ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയൊക്കെ കാലാവധി 3 വർഷമാണ്. എത്ര വർഷമാണ്? ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. ലൈംഗികമായ പീഡനം, മാനസിക പീഡനം, വിവേചനം എന്നിവ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ പരാതി ലഭിച്ചാൽ എത്ര മണിക്കൂറിനകമാണ് ജില്ലാതല മേൽനോട്ട സമിതിയെ അറിയിക്കേണ്ടത്? 48 മണിക്കൂറിനകം ജില്ലാതല മേൽനോട്ട സമിതിയെ അറിയിക്കണം. ലൈംഗികമായിട്ടുള്ള പീഡനം, മാനസിക പീഡനം, വിവേചനം എന്നിവ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ പരാതി ലഭിച്ചാൽ 48 മണിക്കൂറിനകം ജില്ലാതല മേൽനോട്ട സമിതിയെ അറിയിക്കേണ്ടതാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ശാന്താ സിൻഹയാണ്. ആരാണ്? ശാന്താ സിൻഹയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ. നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ പറയുകയാണ്. കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമപ്രകാരം 18 വയസ്സ് വരെ പ്രായമുള്ളവരെയാണ് നമ്മൾ കുട്ടികളെന്ന് പറയുന്നത്. അതുപോലെ ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിലാണ്.
ബാലാവകാശ നിയമം നിലവിൽ വന്നത് 2005-ലാണ്. ബാലാവകാശ സംരക്ഷണത്തിനുള്ള ദേശീയ കമ്മീഷൻ നിലവിൽ വന്നതോ അത് 2007-ലാണ്. ബാലാവകാശ സംരക്ഷണത്തിനുള്ള ദേശീയ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്.